ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉള്ള 3 ചട്നി. ദോശയ്ക്കും ഇഡ്ഡലിക്കും കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നമുക്ക് ഈ 3 സാധനങ്ങൾ വെച്ച് ചുവന്ന മുളക്, പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ഇത്തിരി ചൂടുവെള്ളവും കൂടെ വേണം. ഇത്രയും വെച്ചിട്ട് 3 ടൈപ്പിലുള്ള ചട്നി ഉണ്ടാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് ദോശക്കല്ല് വെച്ച് ചുട്ടെടുക്കാം. എണ്ണയൊന്നും വേണ്ട, ചുമ്മാതിങ്ങനെ ഞാൻ വെക്കുക ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഒരു മുളകും, 1-2 അത് അവരവരുടെ ഏരിയയുടെ ആവശ്യത്തിന് ഉള്ള മുളക്, ഇത് രണ്ടും കൂടെ വെച്ച് നമുക്ക് കത്തിച്ചൊന്ന് സിമ്മാക്കി വെക്കാം. ഇനി ആ സമയം കൊണ്ട് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചമുളക് ചട്നി റെഡിയാക്കാം. നമുക്കൊരു ഇടികല്ലെടുത്തിട്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടാലും മതി, അപ്പം കുറച്ചും കൂടെ എളുപ്പമാണ്. സിമ്പിളായിട്ടുള്ള ചട്നിയാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. പച്ചമുളക് ഇട്ടു, പാകത്തിന് ഉപ്പിടുക. ഇനി ഇതൊന്ന് ഇടിച്ചെടുക്കണം. ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ വെക്കണം, എന്നിട്ടൊന്ന് അടച്ചുകൂടെ വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാകും. നമുക്കൊന്ന് അടച്ചു വെക്കാം. അവിടെ ഇരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം, നല്ല തിളച്ച വെള്ളം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുക്കാം. കൈ കൊണ്ട് ഉടച്ചാലും മതി. കുറച്ചുകൂടെ ഇത് കഴുകി നമുക്ക് ആ ചൂടുവെള്ളം ഒഴിക്കാം. ഇനി ഈ ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും മതി. അപ്പം നല്ല എരിയൊക്കെ പാകത്തിനാവും. ഒരു ചട്നി റെഡിയായി. ഇനി ഈ മുളക് ഇത് ഒന്നുകിൽ കരിക്കണം, അതല്ലേ വറക്കണം. ചീനച്ചട്ടിക്കകത്തിട്ട് നമുക്ക് ഒന്ന് കരിച്ചെടുക്കാം. ഒരുപാട് കരിയരുത്, ഒരുവിധം നല്ലോണം കരിയുകയും വേണം. അധികം എരിയുള്ള മുളക് എടുക്കരുത്. ഇതിനകത്തോട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഉടയ്ക്കണം, ഉപ്പും ചേർത്തിട്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ചൂടുവെള്ളം.
നല്ല ചൂടോടെയാണ്. നമുക്കിതൊന്ന് ഇളക്കണം. ഇതിനകത്ത് നമ്മൾ സ്വല്പം കായപ്പൊടിയും കൂടി ഇടണം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കായപ്പൊടി ഇട്ടാൽ ഒരു സ്വാദം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചട്നിയും റെഡിയായി. ഇനി നമ്മുടെ തക്കാളി എന്തോ ആയെന്ന് നോക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും വെക്കണം. നമുക്ക് തക്കാളി ഇനി എടുക്കാം. വലിയ തക്കാളിയായിട്ടാണ്, 4ആയിട്ട് മുറിച്ചായിരുന്നു കുറച്ചുകൂടെ വേണം. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയിലോട്ട് ഇടണം. തൊലി ഇങ്ങനെ കളയണം. തൊലി കളഞ്ഞ് നമുക്ക് ഇനി ഇതിൻ്റെ ഇവിടെ മൂടങ്ങ് കളയണം. ചൂടായതുകൊണ്ട് കൈ കൊണ്ട് എടുക്കാൻ വയ്യ. ഇതും കൈ കൊണ്ട് ഉടച്ചാലും മതി. ഞാൻ മിക്സിയിൽ ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി പാകത്തിന് ഉപ്പ് ഇടുക. ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞു. അരയ്ക്കണ്ട, ഒന്നും കൈ കൊണ്ട് ഉടച്ചാലാണ് കൂടുതൽ ടേസ്റ്റ്. നമുക്കിതിങ്ങനെ എടുക്കാം. ഇതിലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ അങ്ങ് കട്ടിയായിട്ടിരിക്കുക. ഇനി നമുക്കിതെല്ലാം എടുക്കാം. ഇപ്പം നമ്മുടെ എളുപ്പമുണ്ട്, തേങ്ങായും വേണ്ട. 3 ടൈപ്പിലുള്ള ചട്നിയും റെഡിയായി, ഇഡ്ഡലിയും റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം.